ഹായ് കൂട്ടുകാരെ, ഞങ്ങൾ ഇന്ന് എങ്ങോട്ടാ പോകുന്നതെന്നറിയോ? ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ മുത്തശ്ശിയുടെ വീട്ടിലോട്ട് പോവാം. മുത്തശ്ശി എന്ന് വെച്ചാൽ അമ്മയുടെ അമ്മ, അമ്മയുടെ അമ്മൂമ്മ. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ വീട്. ഞങ്ങളുടെ മുത്തച്ഛൻ മരിച്ചിട്ട് 25 കൊല്ലമായി. അതിൻ്റെ ആണ്ടിന് പോവാ. ഇതാട്ടോ മുത്തശ്ശിയുടെ വീട്. ചെല്ലുമ്പോൾ തന്നെ മുല്ലയും റോസയും പടർന്നു നിൽക്കുന്ന കാണാം. നിറച്ചും മുല്ലമുട്ടിട്ടിട്ടുണ്ട്. അടുത്ത് ചെന്നപ്പോൾ തന്നെ നല്ല മുല്ലപ്പൂവിൻ്റെ മണം ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞു റോസാപ്പൂവ്. ഇവിടെ മുറ്റത്ത് കുറേ പൂക്കളുണ്ട്. ചെത്തി, കനകാംബരം, അങ്ങനെ കുറേ. ഇതാട്ടോ ഞങ്ങളുടെ മുത്തച്ഛൻ. ഞങ്ങൾ കണ്ടിട്ടില്ല, അമ്മ ചെറുതായിരുന്നപ്പം മരിച്ചു പോയതാ. അവിടെ ചെന്നപ്പോൾ കുഞ്ഞി കസേര ഉണ്ടായി, നല്ല രസമുണ്ടായി കാണാൻ. അച്ചു അപ്പം തന്നെ അതിൽ കയറിയിരുന്നു. അച്ചു ഇരിക്കണ കണ്ടപ്പോൾ എനിക്കൊരു കൊതി, ഞാനും കയറിയിരുന്നു. പക്ഷെ കസേരക്കൊരിളക്കം, അത് കാരണം അധികം നേരെ ഇരുന്നില്ല ഞാൻ. ഇതാട്ടോ ഞങ്ങളുടെ മുത്തശ്ശി. മുത്തശ്ശി ഊണ് കഴിക്കാനുള്ള ഇലവെട്ടനെ ഇരുന്നു. അപ്പം മുത്തശ്ശിനെ ഞങ്ങളും സഹായിച്ച്. മുത്തശ്ശി എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ വരാറുണ്ട് കേട്ടോ. ഞങ്ങളുടെ അമ്മാമ്മക്ക് സുഖമില്ലാതിരിക്കണേ. അപ്പം മുത്തശ്ശി അമ്മാമ്മനെ കാണാൻ എപ്പോഴും വരും. അമ്മാമ്മക്ക് ഇപ്പം വരാൻ പറ്റിയെങ്കിൽ അമ്മാമ്മ വന്നാനേ. അമ്മാമ്മേനെ വേറൊരു വ്ളോഗിൽ കാണിച്ചു തരാം കേട്ടോ. ഇലയൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ മുല്ലപ്പൂ നോക്കി നിൽക്കണേരുന്നു. എത്ര കണ്ടിട്ടും മതിയാവണില്ല, നല്ല ഭംഗി. ഇല തികയാണ്ട് വന്നപ്പോ പിന്നെയും ഇല വെട്ടാൻ പോയി. ഇത് വിദ്യുത്, ഇത് വൈശാചേട്ടയാണ് കേട്ടോ. 10ാം ക്ലാസ്സിലാ പഠിക്കണേ. വീഡിയോ എടുക്കണ കണ്ടപ്പോ വൈശാചേട്ടക്ക് ചിരി വന്ന്. ഇലയൊക്കെ വൈശാചേട്ട അളന്നാണ് മുറിക്കുന്നത്. അത് കണ്ടിട്ട് എനിക്ക് ചിരി വന്ന്. ഇത് വൈശാചേട്ടയുടെ അമ്മയും അച്ഛനും. ഇത് ഞങ്ങളുടെ അമ്മാമ്മയുടെ അനിയനാണ് കേട്ടോ. ഇത് ജയന്തി അമ്മായി. പിന്നെ മുത്തശ്ശി ഇലയിൽ ചോറ് വെക്കാൻ പോയി. സ്ഥലം കുറവായതുകൊണ്ട് ഞങ്ങൾ ആദ്യം കഴിച്ചു. അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഇലയിലിട്ടത് ഞാൻ ആദ്യമേ കഴിച്ചു. പിന്നെയും ചോദിച്ചു. പായസമൊക്കെ ഉണ്ടായിട്ടോ. ഞാൻ 2 ഗ്ലാസ് പായസം കുടിച്ച്. മീൻകറിയൊക്കെ ഉണ്ടായിട്ടോ. പിന്നെ ബാക്കിയുള്ള എല്ലാവരും ഭക്ഷണം കഴിച്ചു. അത് വിഷ്ണു ചേട്ട. വൈശാചേട്ടയും വിഷ്ണു ചേട്ടയൊക്കെ അമ്മയുടെ കുഞ്ഞനിയന്മാരാണേ. പക്ഷെ ഞങ്ങൾ ചേട്ടാന്നാ വിളിക്കണം. ഇത് അനിതമ്മായി. അനിതമ്മായും ജയന്തി അമ്മായി അമ്മയുടെ അമ്മായിമാരാണേ. കൂട്ടത്തില് മുത്തശ്ശിയും ഭക്ഷണം കഴിച്ചട്ടോ. പിന്നെ കുറച്ചു നേരം വിദ്യുത്തിന്റെ കൂടെ കളിച്ചു. ഞങ്ങൾ ചെന്നിട്ട് വേണം അമ്മാമ്മക്ക് ചോറ് കൊടുക്കാൻ. കയ്യിൽ കവറൊക്കെ കണ്ട, അത് അമ്മാമ്മയ്ക്കുള്ള ഫുഡാ. മുത്തശ്ശി അമ്മാമ്മയ്ക്കും അപ്പാപ്പയ്ക്കുമുള്ള കറികൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ അധികം സമയം നിന്നില്ല, വേഗം ഇറങ്ങി. പക്ഷെ വിദ്യുത് നിശ്ചിച്ചേട്ടനെ വിടണുണ്ടായിരുന്നില്ല. അവനെ നിശ്ചിച്ചേട്ടന് ഇഷ്ടമായി. നിശ്ചിച്ചേട്ടനെ അവൻ കൊണ്ടുവന്നാക്കിക്കോളാന്ന്. അവസാനം എന്തൊക്കെയോ പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ച്.
ദേ നോക്കിയപ്പോ രണ്ടുപേരും ഫോട്ടോ എടുക്കാൻ നിക്കണ പോലെ നിന്ന്. എന്നാ പിന്നെ അടിപൊളി ഫോട്ടോ എടുത്തേക്കാം. എന്നിട്ട് അവരുടെ നല്ലൊരു ഫോട്ടോ എടുത്തു കൊടുത്ത്. പിന്നെ ഞങ്ങൾ അവർക്ക് ടാറ്റയൊക്കെ കൊടുത്തിട്ട് വീട്ടിലോട്ട് പോയി. അപ്പോൾ കൂട്ടുകാരെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.